ലോക്സഭാ ഇലക്ഷന്റെ മുമ്പ് നടന്ന നിയമസഭാ ഇലക്ഷനുകളിൽ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ചരമഗീതം എഴുതിയിരുന്നു. 100 വർഷം പഴക്കമുള്ള ഒരു തറവാടാണ്, അതിനെ നവീകരിക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നാണ് പ്രശാന്ത് കിഷോർ അഭിപ്രായപ്പെട്ടത്. രാഹുൽ ഗാന്ധി രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കണം എന്ന കടന്ന ആക്ഷേപം കൂടി പ്രശാന്ത് കിഷോർ മുന്നോട്ട് വെച്ചു. മോദിയെപ്പോലെ അമിത്ഷയെപ്പോലെ രാഷ്ട്രീയ ഭീമാകാരന്മാരോട്, മല്ലന്മാരോട് മത്സരിക്കാനുള്ള കരുത്ത് രാഹുൽ ഗാന്ധിക്കുണ്ടോ എന്ന് എല്ലാവരും സംശയിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതം ആകെ മാറ്റിമറിച്ചത് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ഭാരത് ജോഡോ യാത്രയാണ്. ജനങ്ങളെ കാണുക, ജനങ്ങളോട് സംവദിക്കുക, ഇന്ത്യയെ കണ്ടെത്തുക, പ്രധാനപ്പെട്ട ഈ മൂല്യങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം രൂപപ്പെട്ടു വരുന്നത്. ചാനലുകളൊക്കെ അദ്ദേഹത്തെ കൈയൊഴിഞ്ഞിരുന്നു, പരിഹസിച്ചിരുന്നു, പരിഹാസ കഥാപാത്രമാക്കി അവതരിപ്പിച്ചിരുന്നു. വിസിബിലിറ്റി കിട്ടാൻ ഫുഡ് വ്ളോഗർമാരെ പോലും ഉപയോഗപ്പെടുത്തുന്ന ദയനീയമായ അവസ്ഥ രാഹുൽ ഗാന്ധിക്ക് 2019 ഉണ്ടായിരുന്നു. എന്നാൽ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിയുടെ സ്റ്റേച്ചർ ആകെ മാറുന്ന കാഴ്ചയാണ് നാം കണ്ടത്. പക്ഷേ വെറുപ്പിനേക്കാൾ സ്ഥായിയായ മറ്റൊരു വികാരം ഇല്ലെന്ന് ഹിറ്റ്ലർ പറഞ്ഞത് തിരിച്ചറിഞ്ഞ ആളാണ് നരേന്ദ്രമോദി. ആ വെറുപ്പിനോടും ജനങ്ങൾക്ക് അറുപ്പ് തോന്നുന്നു എന്നാണ് 2024 ഇലക്ഷൻ ഫലം നമ്മെ പഠിപ്പിക്കുന്നത്. ഇഫ് നോട്ട് മോഡി ദെൻ ഹൂ, മോദി നഹി തോ കോൻ, ആരാണ് പകരക്കാരൻ എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു നേതാവായി, ഐക്കണായി, പ്രതീക്ഷയായി രാഹുൽ ഗാന്ധി ഉയർന്നു വരുന്നു. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ജീവൽ പ്രശ്നങ്ങളിലേക്ക്, നിത്യജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയം പരുവപ്പെട്ടിരിക്കുന്നു. കോവിഡിൻ്റെ ഘട്ടത്തിൽ ഡെഡ് ബോഡികൾ നദിയിലൂടെ ഒഴുകിയപ്പോഴും റിക്രൂട്ട്മെൻറ്റുകൾ നിർത്തിവെച്ചുകൊണ്ട് അഗ്നിപഥ് എന്ന് പറയുന്ന വൈൽഡ് കാറ്റ് സ്കീം പരിചയപ്പെടുത്തിയപ്പോഴും ഉയർന്നു വന്ന പ്രതിഷേധങ്ങൾ, കർഷക പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ, ഇതൊന്നും നരേന്ദ്രമോദിയെയോ ഗവൺമെൻറ്റിനെയോ ബാധിച്ചിരുന്നില്ല. മോദി മിഷിഹയാണെന്നും മോദി ഇന്ത്യയിൽ മാറ്റം കൊണ്ടുവരുമെന്നും പ്രതീക്ഷിച്ചും നിന്ന ആളുകൾ നിത്യജീവിതത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ ഇന്ത്യക്കാർ പരാജയപ്പെട്ടിരുന്നു, കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നു. ഇലക്ഷൻ്റെ മുമ്പ് മോദി ഒരു അവധൂതനെ പോലെ ദിവ്യ പരിവേഷമുള്ള ആളാണ് താൻ, ബയോളജിക്കൽ അല്ല, തൻ്റെ ജന്മം പോലും ദിവ്യമാണെന്ന് ഒരു ലജ്ജയുമില്ലാതെ അവകാശപ്പെടാൻ ധൈര്യവും ധാർഷ്ട്യവും കാണിച്ചിരുന്നു. നോൺ ബയോളജിക്കൽ ഗോഡ് ലൈക്ക് ഇമേജ്, ആ ഒരു ചിത്രത്തിൽ നിന്ന് സാധാരണക്കാരനായി താങ്കൾ ഒരു രാഷ്ട്രീയക്കാരനാണ് എന്ന ബോധത്തിലേക്ക് നരേന്ദ്രമോദിയെ കൊണ്ടുവരാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സാധിച്ചു. വലിയ നേട്ടമാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം ഏറ്റെടുത്തതോടുകൂടി രാഹുൽ ഗാന്ധിയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റം രാഹുൽ ഗാന്ധിയുടെ വിസിബിലിറ്റിയാണ്. കഴിഞ്ഞ 10 വർഷവും മോദി മാത്രമായിരുന്നു വിസിബിൾ ആയിരുന്നത്. രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള എല്ലാവരെയും മറച്ചു പിടിക്കുന്ന ഒരു ഫിഗറായിരുന്നു നരേന്ദ്രമോദി. അദ്ദേഹത്തിന് മാത്രമായിരുന്നു വിസിബിലിറ്റി. പ്രതിപക്ഷ നേതാവെന്ന ഭരണഘടനാപരമായ പദവിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നതോടെ അദ്ദേഹത്തിന് വിസിബിലിറ്റി ലഭിക്കുന്നു. ആ വിസിബിലിറ്റി പരമാവധി ഉപയോഗിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നു. 7/24 ആക്റ്റീവായ ഒരാൾക്ക് മാത്രമേ നരേന്ദ്രമോദിയെയും BJPയെയും നേരിടാൻ സാധിക്കുകയുള്ളൂ. ആ ആൾക്ക് മാത്രമേ ഇന്ത്യൻ രാഷ്ട്രീയം ഗൗരവത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാനും കഴിയുകയുള്ളൂ.